ഹലോ ഗസ് എൻ്റെ വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെ കേട്ടോ കപ്പ. അപ്പം ഞങ്ങളിത് ഫ്രോസൺ കപ്പ കേട്ടോ. അപ്പം അതൊന്ന് പുഴുങ്ങാന്ന് കരുതിയ കപ്പയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മത്തി വറുത്തതും ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കാമെന്ന് ഓർത്തെ. അപ്പോൾ ഈ കപ്പേൻ്റെ കൂടെ ഒരു ചട്നി ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ആവശ്യത്തിനുള്ള സവാള കേട്ടോ. പിന്നെ ഇതിന് പകരം ഉള്ളി ചേർത്ത ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ സവാള തന്നെ നല്ല. കാരണം എനിക്ക് സവാള ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ ഉപ്പ് വേണം, വിനീഗർ വേണം, പിന്നെ വെളിച്ചെണ്ണ വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഈ നല്ല ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. മിക്സ് ചെയ്താട്ട് ഇടണ്ട, എന്നാൽ അരഞ്ഞു പോകട്ടെ. അപ്പം ഇതിൻ്റെ അകത്ത് ചോപ്പ് ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ഇതൊരു 3 വർഷത്തിന് മുമ്പ് മേടിച്ചിട്ടുള്ള മെഷീൻ കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം എനിക്ക് വന്നത് കേട്ടോ. ആദ്യക്കൂട്ടനെ വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് പെറുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. ഇതിൻ്റെ അകത്താകുമ്പോൾ 2 മിനിറ്റ് കൊണ്ടുതന്നെ കരി 2 മിനിറ്റും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ സാധനം സെറ്റ് ആവട്ടെ. അപ്പോൾ എന്തായാലും 3 വർഷം മുന്നേ മേടിച്ച സാധനത്തിന് ഇപ്പോൾ ഇതിന് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും വിനീഗറും അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഈ ഒരു സാധനവും നമ്മുടെ വെള്ളച്ചോറും അതുപോലെ കുറച്ച് തൈരും ഉണ്ടെങ്കിലില്ല ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കൂട്ടേണ്ടത്. എന്നാലേ ആ ഒരു മിക്സ് ശരിക്കും അതിനകത്ത് പിടിച്ചിരിക്കത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് വേറൊരു റെസിപ്പി ഉണ്ട് കേട്ടോ, നമ്മുടെ കായപ്പൊടിയെ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം കേട്ടോ അത് സ്പെഷ്യൽ ടേസ്റ്റ് അതിന് കിട്ടുന്നത്. പിന്നെ നമുക്ക് വേറെ ഗ്യാസോ അങ്ങനെയൊന്നും ഉണ്ടാവത്തുമില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടി മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചേക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ കപ്പേൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. കപ്പയോ ചോറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാൻ. ഞാൻ പറഞ്ഞില്ല, ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഇച്ചിരി തൈരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി, വേറെ ഒന്നും വേണ്ട കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ അച്ഛൻ്റെ റെസിപ്പി ആട്ടോ. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. ചിലവർ പറയുമല്ലോ ഉള്ളി ഇടിച്ചാൽ വരെ ഭയങ്കര ടേസ്റ്റ് ആണ്, അതുപോലെ ടേസ്റ്റ് ആട്ടോ. അച്ഛന് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷേ ഈ ഒരു ഐറ്റം അച്ഛൻ സൂപ്പറായിട്ട് ഉണ്ടാക്കും കേട്ടോ. അന്നേരം ഞങ്ങൾക്ക് കപ്പയൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അല്ലാതെ കപ്പയൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. ഇതിപ്പോൾ ഫ്രോസൺ കപ്പയാണ്, പക്ഷെ എന്നാലും ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.